ചിറ്റൂർ നല്ലേപ്പിള്ളിയിൽ കളിസ്ഥലമില്ലാതെ കുട്ടികൾ വലയുന്നു. പഞ്ചായത്തിലെ നല്ലേപ്പിള്ളി അണ്ണാൻതോട്ടിലാണ് 2 ഏക്കറോളം സ്ഥലമുണ്ടായിട്ടും കളിസ്ഥലം നിർമ്മിക്കാനാകാതെ കിടക്കുന്നത്. വർഷങ്ങൾക്കു മുൻപ് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി സ്ഥലം ഒരടി ഉയരത്തിൽ മതിൽ കെട്ടിയതിനെ കവിഞ്ഞ് നാളിതുവരെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കായിക താരം സച്ചിൻ സുരേഷ് ഈ സ്ഥലത്ത് കളിച്ചു വളർന്ന താരമാണ്. വിദ്യാലയങ്ങളിലെ നിരവധി കായിക പ്രതിഭകളും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള താരങ്ങളും ഇവിടെ മുൻപ് കളിച്ചു വിജയങ്ങൾ നേടിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ ഓണാഘോഷം, കേരളോത്സവം, മറ്റാഘോഷങ്ങൾ എന്നിവ ഇവിടെ നടത്താറുണ്ട്. ഈ സ്ഥലം വർഷങ്ങൾക്കു മുൻപ് പഞ്ചായത്തിന്റേതായിരുന്നു. പിന്നീട് റീസർവേ പ്രകാരം റവന്യൂ ഭൂമിയാണെന്ന് കണ്ടെത്തിയതാണ് പ്രശ്നമായത്. പഞ്ചായത്തിന് ഇത് പാട്ടത്തിന് നൽകാനല്ലാതെ മറ്റൊന്നിനും അധികാരമില്ല. അതുകൊണ്ട് സർക്കാർ തീരുമാനം കാത്തിരിക്കുകയാണ് പഞ്ചായത്ത് അധികൃതരെന്ന് പഞ്ചായത്ത് അംഗം മുരളീധരൻ പറഞ്ഞു. സീറോ ലാൻഡ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരു ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കുക എന്ന പദ്ധതിയും കീഴിൽ വന്നപ്പോൾ റവന്യൂ വകുപ്പ് അധീനതയിലായതാണ് ഈ സ്ഥലം. അതിനു മുമ്പ് പഞ്ചായത്ത് കൈവശം വെച്ച് ജനകീയാസൂത്രണം 2000-2005 പീരീഡിൽ നമ്മൾ ഗ്രൗണ്ടെല്ലാം കോമ്പൗണ്ട് വാൾ കെട്ടിയതാണ്. സ്ഥലം അന്യാധീനപ്പെട്ട് പോകാൻ പാടില്ല പറഞ്ഞിട്ട് സമീപ കൃഷിക്കാരൊക്കെ കയ്യേറിയതാണ്. ഇപ്പോൾ നമ്മുടെ വടക്കാണെങ്കിലും ശരി, പടിഞ്ഞാറാണെങ്കിലും ശരി, അതുപോലെ തന്നെ തെക്കാണെങ്കിലും ശരി, ഈ സ്ഥലമൊക്കെ കൃഷിക്കാർ കയ്യേറിയപ്പോൾ ഞാൻ തെക്കേശം വില്ലേജിലും തെക്കേദേശം വില്ലേജ് കീഴിലാണ് വരിക. ഇപ്പോൾ വന്നിട്ട് 17-ാം വാർഡാണ്. അപ്പോൾ തെക്കേശം വില്ലേജിൽ പരാതി, അതുപോലെ കളക്ടർക്ക് പരാതി, തഹസിൽദാർക്ക് പരാതി വന്നപ്പോൾ നിരന്തരം പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വില്ലേജ് ഓഫീസറും മറ്റും വന്ന് കറക്റ്റ് കോമ്പൗണ്ടാക്കി ഇത് അടിച്ചിട്ട് പോയത്. വീണ്ടും കൃഷിക്കാർ കയ്യേറിയപ്പോഴാണ് നമ്മൾ ഇത് എന്തായാലും ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അന്ന് ജനകീയാസൂത്രണ സമയത്ത് 2000-2005 പീരീഡിലാണ് കോമ്പൗണ്ട് വാൾ ഫുള്ളായിട്ട് കെട്ടാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് ഒരു അതിർത്തി നിർണ്ണയിച്ചുകൊണ്ട് വെച്ചു. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് കയ്യേറുന്ന സാഹചര്യമൊന്നുമില്ല. പക്ഷേ ഒരു ഗ്രൗണ്ടിന് വേണ്ട സ്ഥലം ഇതിലില്ല. കുറച്ചുകൂടെ സ്ഥലം എടുത്താൽ മാത്രമേ ഒരു പഞ്ചായത്ത് കളിസ്ഥലമായിട്ട് വികസിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷേ താലൂക്ക് സഭയിൽ നിരന്തരം ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കളക്ടറിൻ്റെ വഴിക്ക് നിരന്തരം ഈ ആവശ്യം ഉന്നയിച്ച് പോകാറുണ്ട്. ബന്ധപ്പെട്ട രേഖകൾ മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ എത്ര കണ്ട് വിസ്തീർണമുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ പരാതികൾ ഏതൊക്കെ കാലങ്ങളിൽ പോയതിനെ സംബന്ധിച്ച് മൊത്തം ഡീറ്റെയിൽ തുടക്കം മുതലുണ്ട്. അതെല്ലാം എൻ്റെ കയ്യിലുണ്ട് തന്നെ. നമുക്ക് ഇപ്പോഴെന്ത് ചോദിച്ചാൽ ഇതിലിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് റവന്യൂ വകുപ്പ് പറഞ്ഞിട്ടുള്ളത് പരിശിഷ്ട 4 പ്രകാരം പഞ്ചായത്തിന് പാട്ടത്തിന് കൊടുക്കുക എന്ന രീതിയിലാണ് പറയുന്നത്. ആ 4 പ്രകാരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇതിൽ വിനിയോഗിക്കാൻ കഴിയില്ല. MLA-മാരുടെ ഫണ്ട് ഇതിൽ വിനിയോഗിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ MP-മാരുടെ ഫണ്ട് ഇതിൽ വിനിയോഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. കൃത്യമായിട്ട് പഞ്ചായത്തിൻ്റെ കയ്യിൽ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഗ്രൗണ്ടിന് ആവശ്യമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി പഞ്ചായത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ആവശ്യം എന്ത് ചോദിച്ചാൽ നമ്മുടെ ഇവിടുത്തെ +2 വരെയൊക്കെ ഉണ്ട്. UP, +2, ഹൈസ്കൂള് ഇവരൊക്കെ ഇവിടെ വന്നിട്ട് പരിപാടികൾ നടത്തി പോകുന്നുണ്ട് കുട്ടികൾക്ക്. അതുപോലെ തന്നെയാണ് നമ്മളെ കായികമേള പറയുമ്പോൾ കേരളോത്സവം പോലുള്ള പരിപാടികളൊക്കെ ഇവിടെ വെച്ച് നടത്തിക്കൊണ്ട് പോകാറുണ്ട്. ഇനി ഇത് പഞ്ചായത്തിൽ കിട്ടിയെങ്കിൽ, പൂർണ്ണമായി കിട്ടിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പാട്ടത്തിന് തന്നിട്ടുണ്ട് വെച്ചാൽ അതിൻ്റെ പൂർണ്ണത എത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഈ അവസ്ഥയിൽ നിരാശയിലാണ് പഞ്ചായത്ത് അധികാരികളും നാട്ടുകാരും കായിക താരങ്ങളും. UTV ന്യൂസ്, പാലക്കാട്.